അങ്ങനെ ജാവ മോട്ടോർ സൈക്കിൾസിൻ്റെ ഏറ്റവും പുതിയ ജാവ 42 FJ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 1,99,142 രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം ഡൽഹി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ 42 FJയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. വാഹനത്തിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മൾ മറ്റ് ഒരു വാഹനങ്ങളിലും കണ്ടിട്ടില്ലാത്ത പോലെയുള്ള ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് ഈ ഒരു വാഹനത്തിൻ്റെ 12 ലിറ്റർ ടാങ്കിൽ ജാവ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു കാണുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്രഷ്ഡ് അലുമിനിയമാണ്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ മാറ്റ് പെയിൻറ്റ് ജോബിലാണ് വാഹനം വന്നിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് ഫീച്ചർ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കൊരു 17 ഇഞ്ച് അലോയ് വീൽസിൽ 100 സെക്ഷൻ ടയറാണ് വന്നിരിക്കുന്നത്. എച്ച് റേറ്റഡ് C8-ൻ്റെ ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 41 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. 135 mm ട്രാവൽ ഈ ഒരു സസ്പെൻഷന് ജാവ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്സിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം 320 mm ബിഗർ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് വിത്ത് ബൈബറിയുടെ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റലിൻ്റെ ഡ്യുവൽ ചാനൽ ABS ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 240 mm ഒരു ഡിസ്ക് ബ്രേക്കും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിനാ ഒരു ക്ലാസിക് ലുക്കോട് കൂടിയിട്ടുള്ള ഒരു LED ഹെഡ്ലാമ്പാണ്. നടുക്ക് 42 എന്നുള്ളൊരു ബാഡ്ജിങ് ഒരു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ അറ്റൻഷൻ്റെ ഒരു ഡീറ്റെയിൽസിന് നല്ല രീതിക്കുള്ള എലിവേഷൻ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു ജുവലിഷ് ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. മെറ്റൽ ഫ്യൂൽ ടാങ്കാണ്. ഇതിൽ ഓഫ്സെറ്റ് ആയിട്ടുള്ള ഫ്യൂൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 42-ൻ്റെ ബാഡ്ജിങ് വാഹനത്തിൽ വന്നിരിക്കുന്ന ജാവയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ക്ലാസിക് ആയിട്ട് അതുപോലെ തന്നെ ഒരു മോഡേൺ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സീറ്റാണ്. സിംഗിൾ പീസ് സീറ്റാണ്. ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. വളരെ വൈഡാണ്. നമുക്ക് ഓൾറെഡി അറിയാം ജാവയുടെ സീറ്റിൻ്റെ ആ ഒരു കുഷനിങ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പോരാത്തതിന് പാഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയാണ് ഈ ഒരു വെർഷനിൽ വന്നിരിക്കുന്നത്. ഇത് ലോങ് റൈഡ്സിന് എന്തോരം നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വാഹനം ഓടിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിലും നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് കാണാൻ സാധിക്കുന്നതാണ്. സീറ്റിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് ജാവയുടെ ആ ഒരു ലോഗോ കാണാൻ സാധിക്കും. ജാവ ബ്രാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് സ്റ്റിച്ചിങ് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ചുറ്റും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സൈഡിലായിട്ട് നൈസായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന 2 ഗ്രാബ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ ലുക്കിനെ സ്പോയിൽ ചെയ്യാണ്ട് തന്നെ നല്ല പർപ്പസ്ഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇരിക്കുന്ന ആൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചിരിക്കാവുന്ന രീതിക്കാണ് ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നീട് ഏറ്റവും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ടെയിൽ ലാമ്പ് അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സുമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ടോട്ടലി ക്ലാസിക് ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ്. ഇനി നമ്മുടെ ജാവ 42 ഓൾറെഡി എക്സിസ്റ്റിംഗ് മോഡലിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കാരണം 42-ൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു നമ്മൾ കോർണേഴ്സ് എടുക്കുന്ന സമയത്തേക്ക് ഈ ഒരു എക്സോസ്റ്റ് റോഡിൽ വരെയെന്നുള്ളത്. അപ്പം ഈ ഒരു മോഡൽ കൊടുത്തിരിക്കുന്ന ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ഡിസൈനാണ്. സോ നമുക്ക് കൂടുതൽ കോർണറിങ് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല മറ്റൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി തട്ടും എന്നുള്ളതായിരുന്നു. വളരെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്ന 42 അല്ലെങ്കിൽ ജാവ മോഡൽസിനുണ്ടായിരുന്നത്. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 178 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. സോ അടി തട്ടും എന്നുള്ള പേടി ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ വേണ്ട. റിയർ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 mm ട്രാവലുള്ള ഡബിൾ സൈഡഡ് സ്പ്രിംഗ് സസ്പെൻഷനാണ്. ഹൈഡ്രോളിക് സ്പ്രിംഗ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ 140 സെക്ഷൻ്റെ വൈഡ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. C8-ൻ്റെ ട്യൂബ്ലെസ് എച്ച് റേറ്റഡ് ടയറാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. 186 കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ കയറി ഇങ്ങനെ നോക്കുന്ന സമയത്തേക്ക് ആ ഒരു വെയിറ്റ് അധികം തന്നെ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ C8 എടുത്ത് പറയേണ്ടതാണ്. 790 mm എന്നുള്ളൊരു C8 മാത്രമാണ് വരുന്നത്. സോ നമുക്ക് ഷോർട്ടർ റൈഡേഴ്സിനും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ തന്നെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു C8 ആണ്. ഏകദേശം ഇതുപോലെയാണ് നമുക്ക് വാഹനത്തിൽ ഈ ഒരു റൈഡിംഗ് പൊസിഷൻ വരുന്നത്. നമുക്കൊരു ഫ്ലാറ്റ് ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ഗിയർസിൻ്റെ ഒക്കെ തന്നെ ക്വാളിറ്റി കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഹാൻഡിൽ ബാറിൻ്റെ നടുക്കായിട്ട് ജാവയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ച്, ഹസാർഡ് ലാമ്പ് സ്വിച്ച്, പവർ സ്റ്റാർട്ട് ബട്ടൺ, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാസ് ആൻഡ് ഹൈ ബീം സ്വിച്ച്, അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഓഫ്സെറ്റ് LCD മീറ്റർ കൺസോളിൽ കൂടെ നമുക്ക് ടോൾ ചെയ്യാനായിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്കും ഈ ഒരു ഹാൻഡിൽ ബാറിൽ വന്നിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ ആൻഡ് ഹോണാണ് ബാക്കി കാര്യങ്ങൾ. ബാർ ആൻഡ് മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റൗണ്ട് ബാർ ആൻഡ് മിറേഴ്സ് നമ്മൾ സാധാരണ ആക്സസറി ആയിട്ട് എടുത്ത് വെക്കുന്ന സാധനം ഈ ഒരു വാഹനത്തിൽ ബൈ സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലുക്കിനെ കംപ്ലീറ്റ് ആയിട്ട് എലവേറ്റ് ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എർഗണോമിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് ആണ്. ക്ലച്ച് ഫുൾ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു 2 ഫിംഗറിൽ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ലിവറിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് ജാവ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റ് ക്വാളിറ്റി ആയിക്കോട്ടെ, പെയിൻറ്റ് ആ ഒരു ഫിനിഷിംഗ് ആയിക്കോട്ടെ ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിക്കാണ് ജാവ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഏകദേശം 334 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം പവർ ആയിട്ടുള്ള 29.2 PS എന്നുള്ളൊരു പവറും അതുപോലെ 29.6 Nm എന്നുള്ളൊരു ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ 2 എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു എഞ്ചിൻ
എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ജാവയുടെ തന്നെ പുതിയ ജനറേഷൻ ഓഫ് എഞ്ചിൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസസ് ക്ലച്ച് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഓരോ ഗിയറിനനുസരിച്ചുള്ള ഫ്യൂൽ മാപ്പിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ ജാവ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാ ഗിയേഴ്സിലും ആ ഗിയേഴ്സിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫ്യൂൽ മാപ്പിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഗിയേഴ്സിലും നമുക്ക് വേണ്ട ആ ഒരു പവറും റിഫൈൻമെൻറ്റും പഞ്ചും ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്നതാണ് ജാവ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇൻ തിയറി കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് അതും ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വാഹനത്തിൽ ഓവറോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രൈസും വളരെ അട്രാക്റ്റീവ് ആണ്. അണ്ടർ 2 lakh rupeesലാണ് നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്, ഡൽഹി പ്രൈസ് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എത്രയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ ജാവ 42 FJ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി FJ എന്താണെന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. FJ എന്ന് പറയുന്നത് ജാവയുടെ ഫൗണ്ടറിൻ്റെ പേരാണ്. സോ പുള്ളിക്കാരനോടുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ പുള്ളിയെ ഒന്ന് അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ ഒരു 42-ന് FJ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബാഡ്ജിങ്ങോടെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. കീ സെറ്റ് വരുന്നത് നമ്മൾ ഓൾറെഡി മറ്റ് ജാവ മോഡൽസിലും SD മോഡൽസിലും ഒക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ ഒരു പോർഷനിലാണ്. സോ ഇങ്ങനെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ SD റോഡ്സ്റ്റർ ഒക്കെ കണ്ടുള്ള അതേ LCD മീറ്റർ കൺസോളാണ്. റിവേഴ്സ് LCD മീറ്റർ കൺസോളാണ്. നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്ററിങ്ങിൽ വരുന്നത് നല്ല വിസിബിൾ ആണ് ഇപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ തന്നെ. ഇനി വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഗിയറിലാണെങ്കിലും ന്യൂട്രലാണെങ്കിലും നമ്മൾ ക്ലച്ച് പിടിക്കേണ്ടതായിട്ടുണ്ട്. സോ എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കാം. നമുക്കിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് ഇറ്റ്സ് മീ.